പിന്നെ സിനിമന്റെ കാര്യം പറയേനി. മിസ്സേ നിങ്ങൾ ലോക സിനിമ എടുക്കണോ? ആ രക്തം കുടിക്കുന്ന സീനുണ്ടല്ലോ എന്റെ മിസ്സേ. എനിക്ക് നസ്ലിന്റെ ക്യാരക്ടർ ഇഷ്ടമായിരുന്നു. റീൽസ് സിനിമയ്ക്ക് സന്തോഷം തന്നെ, പക്ഷെ ഇത് ക്ലാസ് ടൈമിൽ പറ്റില്ല. പഠിക്കേണ്ട സമയത്ത് പഠിക്കണം. എല്ലാവരും മലയാളം പുസ്തകം എടുത്തേ. പുസ്തകം എടുത്തോ? ലോക സിനിമയേക്കാൾ നല്ലൊരു കഥ ഞാൻ പറഞ്ഞുതരാം. മിസ്സേ ഇതില് ഫൈറ്റ് ഉണ്ട്. ഉണ്ട്, വാക്ക് കൊണ്ടുള്ള ഫൈറ്റ് ഉണ്ട്. അത് ശ്രദ്ധിക്ക്, മാഷിന്റെ വാക്ക്. എന്റെ വാക്കുകൾ എന്റെ കാതുകൾ കേട്ട വാക്കുകളാണ്. എന്റെ നാക്കു പറഞ്ഞ വാക്കുകളാണ്. ഞാനുമായി ആ വാക്കുകൾക്ക് രക്തബന്ധമില്ല. അവസാനമായി ഞാൻ എന്നോട് തന്നെ ഒരു വാക്ക്, എന്റെ വാക്കേ ഞാൻ കേൾക്കൂ. ഒരു മിനിറ്റ്, ഈ ബന്ധം ശ്രദ്ധിക്ക്. നമ്മുടെ സ്കൂളിൽ നിന്നും മൈസൂരിലേക്ക് പഠനയാത്ര പോകാൻ ആഗ്രഹമുള്ളവർ 4 ദിവസത്തിനുള്ളിൽ ടീച്ചറുടെ കൈവശം പേര് നൽകുക. എടുക്കുന്നുമില്ല. ആ, നീ ഇവിടെ ഇരിക്കണം. എന്തെടുക്കുക? ഫോൺ കളിക്കണം. എന്നിട്ടാണോ ഫോൺ വിളിച്ചിട്ട് എടുക്കാതെ? അമ്മയുടെ മോനെ, മോനെ, അമ്മയുടെ. നീയോ? നീ എപ്പോ വന്നു? ഞാൻ കുറെ നേരം എത്തിയിട്ട് ഫോൺ വിളിച്ചിട്ടാണ് എടുക്കുന്നുമില്ല. അത് അറിയാൻ വന്നതാ. മോൻ നല്ല ഫോൺ കളിക്കാട്ടോ, നല്ലതില്ലേട്ടോ. ഞാൻ ഗെയിം കളിക്കല്ലായിരുന്നോ? അതുകൊണ്ടല്ലേ ഞാൻ ഫോൺ എടുക്കാന്. എന്റെ അനിയുടെ മക്കളെ കാര്യം നോക്കിയാൽ മതി. എന്താ നീ പറഞ്ഞേ? സോറി പറയാ. മുതിർന്നവരാണോ നിന്റെ കളി? സാറില്ലേടി, കുട്ടികളൊരു കാര്യം ഇനി മക്കൾ എന്തെല്ലാം മനസ്സിലാക്കാൻ കിടക്കുന്നത്. ഹലോ, അപ്പുവിന്റെ മദറല്ലേ? ഞാൻ സ്കൂളിലെ എച്ചമാണ്. ഒന്ന് അർജന്റായിട്ട് സ്കൂൾ വരെ വരണം. ഗുഡ് മോർണിംഗ് മാം. എന്തിനായിരുന്നു വിളിച്ചിരുന്നേ? അതെ, വിളിപ്പിച്ചത് നിങ്ങളെ മോന് കുറച്ച് വികൃതി കൂടുതലാണ്. മോനെ ഒരു കുട്ടിയുടെ തല അടിച്ച് പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. എന്താ ചെയ്യാ? ഈശ്വരാ, നിങ്ങൾ ക്ലാസ് മീറ്റിംഗ് ഒന്നും വരാറില്ലേ? നിങ്ങൾ കാണാറില്ലല്ലോ. കുട്ടിന്റെ കാര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കണം കേട്ടോ. അത് മാം, പിന്നെ എനിക്ക് ജോലി തിരക്കായതുകൊണ്ടാ വരാൻ കഴിയാത്തത്.
അതൊക്കെ ശരി. ഇതാ ഈ ഫോൺ മോന്റെ കയ്യിൽ നിന്ന് കിട്ടിയതാ. ഇതിനു വേണ്ടിയായിരുന്നു അടി നടന്നത്. അയ്യോ, ഇത് ഞാൻ വീട്ടിൽ വെച്ച ഫോണായിരുന്നല്ലോ. അവൻ വീട്ടിലൊക്കെ എങ്ങനെയാ? വീട്ടിൽ കുഴപ്പമില്ല, ഫോണിന് കളി കൂടുതലാണുള്ളൂ. ആ അത് ശരി. അപ്പൊ ഫോണാണ് വില്ലൻ. മോന്റെ കാര്യത്തിൽ ഒന്നും കൂടി ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ മാം, ഞാൻ എന്താ പറയാ? ഞാൻ വെച്ചിട്ടുണ്ട്, വീട്ടിലെത്തട്ടെ കേട്ടോ. ശകാരിച്ചിട്ടൊന്നും കാര്യമില്ല, നല്ലോണം നോക്കണം. സ്കൂളിൽ കുറച്ച് കുട്ടികളെ ഈ മുട്ടയുടെ വരയിലാക്കണം. എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം, ഇന്ന് ഫ്രീ ആയിട്ട് കൊടുക്കാം, ഇനി ചോദിച്ചു വരുമ്പോ നമുക്ക് പൈസക്കും കൊടുക്കാം. അപ്പൊ 100, 200, 300 അങ്ങനെ ഏത് രീതിയിലും നമുക്ക് പണം കൈക്കലാക്കണം. എന്താ പരിപാടി? ചോദിച്ചു കേട്ടില്ലേ? അത് സാറിനെ കാണാൻ വന്നതാ. എന്താ സാറ് സ്കൂളിലൊക്കെ എത്തി, സ്റ്റേഷനിലൊക്കെ എത്തി? അത് സാറേ കലോത്സവവുമായി ബന്ധപ്പെട്ട കാര്യം സംസാരിക്കാനായിരുന്നു. എന്താണ് നമ്മുടെ മുഖത്തൊക്കെ ഒരു കളലക്ഷണം? അത് സാറേ പേടിച്ചിട്ടാ. ശരി, സാറിനെ വേണ്ടിട്ട് 3 സ്ഥലം വിട്ടാണോ? ഞാൻ തിരിച്ചു വരുമ്പോ ഈ പരിസരത്ത് കണ്ടുപോയത്. ആവു, മാരണം പോയി, കഴിച്ചിലായി. മച്ചാ, സ്കൂളില് ബെല്ലടിച്ച്, ഇപ്പൊ കുട്ടികൾ പുറത്തോട്ട് വരും. ആ നിക്ക് മുഴുവൻ പേർക്കൊന്നും ഇപ്പൊ കൊടുക്കണ്ട, കൂടിയ 1-2 പേർക്ക് മാത്രം. ആർക്കും സംശയം തോന്നരുത്. മോനെ, ആ ബൈക്ക് നോക്കിയാ, അതാ ചേട്ടന്മാരുടെ തോന്നണേ. നമുക്ക് പോയിട്ടല്ലോ, ചുണ്ടയിൽ കൊളത്തി തുടങ്ങിയിട്ടുണ്ട്. ചേട്ടാ, ഈ ബൈക്കിന് എത്ര പൈസ ആവും? 2 ലക്ഷം. നിങ്ങൾ 100 ലക്ഷം പഠിപ്പിച്ചിട്ടുണ്ടോ? പിന്നെ അതുക്കും മേലെ. ഇല്ല, അനിയന്മാർ എത്ര ക്ലാസ്സിലാ പഠിക്കണേ? നമ്മള് 3 എത്തില്ല. നിങ്ങൾ മുട്ടായി ഒന്ന് കഴിച്ചു നോക്കി. വേണ്ട, ആരുടെ കയ്യിൽ നിന്നും ഒന്നും വാങ്ങി കഴിക്കരുതെന്ന് നമ്മളോട് സാറ് പറഞ്ഞിട്ടുണ്ട്. മോനെ വേണ്ട, സാററിഞ്ഞ സീന കിട്ടോ. സാറൊന്നും അറിയാൻ പോകുന്നില്ല. ഇതേ ഒരു പ്രത്യേകതരം മിഠായിയാ. ഇത് കഴിച്ചാൽ നിങ്ങൾ സ്വർഗം കാണും. ചേട്ടാ, ഒന്നും കൂടി തരുമോ പ്ലീസ്?
അതിനെന്താ, ഇപ്പോൾ തരാം. ഇനി വേണമെങ്കിൽ പൈസ വേണം. അപ്പൊ ഞമ്മക്ക് നാളെ കാണാം. ഓക്കെ. പിറ്റേ ദിവസം അതേ സ്ഥലത്ത് അതേ സമയം. ബ്രോ, ഇന്ന് കുട്ടികൾ വരുമോ? വരും, വന്നിരിക്കും. അമ്മാരി സാധനമാണ് നമ്മൾ ഇന്നലെ കൊടുത്തിട്ടത്. ചേട്ടാ, ഇന്നലെ തന്ന മിഠായി തരുമോ? തരാം, കാശെടുക്ക്. ഇതാ കാശി. മിടുക്കൻ, മിടുക്കൻ. ഇതാ മുട്ടായി. ഇന്ന് ഞാൻ നീതുവിന്റെ ബാഗിൽ നിന്ന് പൈസ എടുത്തു. നാളെ നിങ്ങളാരെങ്കിലും എടുക്കണം. എടാ, നീത് ഇത് കരഞ്ഞോണ്ട് ഓടി വരുന്നു. എടാ, കൂടെ മാഷുണ്ട്. എന്താ അവിടെ എല്ലാരും ക്ലാസ് കയറിയ? എല്ലാവരും ഒരു കാര്യം ശ്രദ്ധിച്ച്, നീതുവിന്റെ ബാഗിൽ നിന്ന് 300 രൂപ കാണാതായിട്ടുണ്ട്. അത് ആരാണ് എടുത്തതെന്ന് അറിയാമോ? നീതുവിന് വയ്യാത്ത ഒരു അച്ഛനും അമ്മയുമാണുള്ളത്. നിങ്ങൾ ദൈവത്തെ ഓർത്ത് ആ പണം തിരിച്ചു കൊടുക്കണം. സാർ സോറി സാർ, പുറത്തുള്ള ചേട്ടന്മാർ സ്വർഗത്തിലേക്കുള്ള മുട്ടായി തരാന്ന് പറഞ്ഞപ്പോൾ ഞാനാണ് എടുത്തു കൊടുത്തു പോയത്. അയ്യോ മക്കളെ, ചതിച്ചല്ലോ. നിങ്ങൾ ലഹരി മാഫിയകളുടെ അടുത്ത് പെട്ടുപോയല്ലോ. ഞാൻ HMനെ വിളിക്കാം. സാർ വേണ്ട സാർ, ഞങ്ങളെ രക്ഷിക്കണം. സത്യമായിട്ട് ഞങ്ങളിത് പോകില്ല, ഞങ്ങളിതിൽ നിന്ന് രക്ഷിക്കണം. സാർ പുറത്ത് മതിലപ്പുറത്ത ചേട്ടന്മാർ നിൽക്കുന്നുണ്ട്. കേരള വണ്ടിയിലേക്ക് നിന്നൊക്കെ ഇറക്കാനേത് കേമന്മാരെ വരുന്നതിന് ഞാൻ കാണട്ടെ. എന്റെ വീട്ടിലുണ്ട് ആ മക്കള്. ശിരസ്സുയർത്തി പറയുക ലഹരിക്കടിപ്പിടിൽ ഒരു നാടും നാം. ശിരസ്സുയർത്തി പറയുക ലഹരിക്കടിപ്പിടിൽ ഒരു നാടും നാം. വരും കണക്ക് കിട്ടിയ ജീവിതം എറിഞ്ഞുടയ്ക്കുകയില്ല നാം. വരും കണക്ക് കിട്ടിയ ജീവിതം എറിഞ്ഞുടയ്ക്കുകയില്ല നാം. ശിരസ്സുയർത്തി 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 പറയുക ലഹരിക്കടിപ്പിടിൽ ഒരു നാടും നാം. കുരുന്നിയെ പിടികൂടാൻ മാഫിയ പതുങ്ങിനിൽ കൊണ്ടെമ്പാടും. കുരുന്നിയെ പിടികൂടാൻ മാഫിയ പതുങ്ങിനിൽ കൊണ്ടെമ്പാടും. പതഞ്ഞ കാസുകൾ നീട്ടി ചവിയുടെ വിരുന്നൊരുങ്ങുകയാണിന്നും. നുഴഞ്ഞിടാൻ പുകയായി വലിക്കാൻ സിറിഞ്ചിലൂടെ അകത്താക്കാൻ വിഷങ്ങൾ പലതുണ്ടരുതേ. വിഷങ്ങൾ പലതുണ്ടരുതേ, അവയുടെ അടുത്തുപോലും ചെല്ലരുതേ. ശിരസ്സുയർത്തി 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 പറയുക ലഹരിക്കടിപ്പിടിൽ ഒരു നാടും നാം.
വിധികർത്താക്കളുടെ ശ്രദ്ധയ്ക്ക് പരിപാടികൾ തുടരുന്നു. അടുത്തതായി വേദി ചെസ് നമ്പർ 3. പണ്ടുകൊണ്ടുള്ളതായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കട്ടെ. ഈ മാതിരി തക്കിട തരികിട പാട്ടൊന്നും പാടി ഷൈൻ ചെയ്യാൻ നോക്കണ്ട. എന്നെ പോലുള്ള സാധാരണക്കാർക്ക് പാടാനും ഡാൻസ് ചെയ്യാൻ പറ്റുന്ന പാട്ടുണ്ടെങ്കിൽ DJ,
നാട്ടുകൂട്ടം ചേർന്ന് ദേവനെ ആറ്റി മുക്കി താഴ്ത്തി. ഇത് കേട്ട ചിരുതൽ നെഞ്ചു പൊട്ടി തേങ്ങി. ദൈവഹിതമോ നീച ചിന്തയോ കുളികണ്ണ തമ്പ്രാനെ വിളിച്ചു. അവൾ പകലോടെ ചിരി തൂകി നിന്നു.
ചിരി ചന്ദ്രികയെ 14 ചേലൊളിയെ രാക്കനിയെ താരകമേ മതി പോലെ പ്രകാശിതയെ അഴകാലെ വിഭൂഷിതയെ അലിവാലെ അനന്തതയെ അഴകാലെ വിഭൂഷിതയെ അലിവാലെ അനന്തതയെ മധുരക്കിനാവിന്റെ കഥക് തുറക്കുന്ന മതിഭ്രമദായിനി പരിമളരാത്രേ മധുരക്കിനാവിന്റെ കഥക് തുറക്കുന്ന മതിഭ്രമദായിനി പരിമളരാത്രേ തിങ്കാലത്തിപ്പെട്ട തീമിനാട് Niccoli, Niccoli, alla casa
Negro toma olhava